നമസ്കാരം. എല്ലാവർക്കും ഗീതമ്മാസ് കിച്ചണിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നമുക്കിന്ന് ഒരു ബീഫ് സ്റ്റൂ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് അല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ കുറച്ച് ചേരുവകൾ ചേർക്കാം. ഒരു 5-6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഒരു 4-5 പച്ചമുളക് കീറിയത്, ഒരു പിടി ചുമന്നുള്ളി, പിന്നെ ഒരു കുറച്ച് കറിവേപ്പില. ഈ ഇത്രയും ചേരുവകളെല്ലാം കൂടി നമുക്ക് ഈ ഇറച്ചിയുടെ കൂടെ ഇട്ട് ഇറച്ചി വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ചേരുവകൾ മാത്രം പോരാ, ഒരു 1-2 സൈസ് പൊടികളും കൂടെ ഉണ്ട്. ഇതേ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അത് ഇറച്ചി മസാല കൂട്ടുപൊടിച്ചത്, പിന്നെ അതൊരു 1/2 സ്പൂൺ വീതം, 1/2 സ്പൂൺ കുരുമുളക് പൊടി. അങ്ങനെ അതും കൂടി ഇട്ട് നമുക്ക് ഈ ഇറച്ചി ഇളക്കി കുക്കറടച്ച് വേവിച്ചെടുക്കാം. വേറെ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും വേണ്ട. പിന്നെ കൂട്ടുകാരെ, ഞാനിത് മറന്നുപോയി, വിനാഗിരിയാണ്. പുളിക്ക് വേണ്ടി നമ്മൾ തക്കാളിയൊന്നും ചേർക്കുന്നില്ല. തക്കാളിയൊക്കെ ചേർത്താൽ ആ സ്റ്റൂവിൻ്റെ ആ വൈറ്റ് കളർ നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മളൊരല്പം വിനാഗിരിയാണ് ഒഴിച്ചത്. എന്നിട്ട് ഇനി കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഇറച്ചി വേവിക്കാം. ഇറച്ചിയെല്ലാം വെന്ത് റെഡിയായി. ഇനി നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അതിനൊരു പാൻ അടുപ്പിൽ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് താളിക്കണം. അതിനു വേണ്ടി ഒരു സബോളയും ഒരല്പം കറിവേപ്പിലയും, അത് മാത്രം മതി. അത് രണ്ടും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൊരിച്ചിട്ട് നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഈ ഇറച്ചി വേവിച്ചപ്പം അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങും ഒരു പിടി ഗ്രീൻ പീസും കൂടെ, ഗ്രീൻ പീസ് ഈ ഫ്രോസൺ ഗ്രീൻ പീസ് മേടിക്കാൻ കിട്ടും, അതൊരു പിടി, അത് രണ്ടും കൂടെ ഒന്ന് ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടി ഇനി നമുക്ക് ഈ ഇറച്ചിയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ ഉള്ളിയൊക്കെ ഒന്ന് മൂക്കട്ടെ. ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇറച്ചിയുടെ കൂടെ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം. അതുകൂടെ ഉള്ളൂ. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചാൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇറച്ചിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചാൽ കറി കംപ്ലീറ്റായി. ഇനി ഒന്നും ചെയ്യാനില്ല. നല്ല വൈറ്റ് കളറിൽ തന്നെ നമുക്ക് കറി കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ആ ബെൽ ഐക്കൺ അമർത്തണം. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങളുടെ ആ പ്രോത്സാഹനം ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും മാത്രമല്ല, ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ചരിഞ്ഞിട്ട് ഒരു കളറ് ഇവിടെ കിട്ടും.
പിന്നെ ഒരു കാര്യം, ഇത് അത്ര ഒരു കുറുകിയിട്ടില്ല, ഒരല്പം നീണ്ട കറിയാണ്. ഞാൻ പിന്നെ ഒന്നും കോൺഫ്ലവർ ഒന്നും ചേർത്തില്ല. ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഞാൻ അല്പം കോൺഫ്ലോറോ മൈദയോ കലക്കി ഒഴിച്ച് ഒരല്പം കൂടെ കുറുകിയ ചാറോടുകൂടിയാണ് ഇതുണ്ടാക്കാറുള്ളത്. ഇപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആവശ്യത്തിന് ഉപ്പും പുളിയും എരിവും എല്ലാം ഉണ്ട്. സ്റ്റൂവിന് പിന്നെ അധികം എരിവ് വേണ്ടല്ലോ, എല്ലാം ഉണ്ട്. നല്ല സൂപ്പർ കറിയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.